ഹായ് ഓൾ. ഇന്ന് രാവിലെ എണീറ്റപ്പോൾ തന്നെ എനിക്ക് നല്ലൊരു മുട്ടൻ പണിയാട്ടോ കിട്ടിയത്. രാവിലെ എണീറ്റപ്പോൾ തന്നെ ഗ്യാസ് അങ്ങ് തീർന്നു പോയി. പിന്നെ നേരെ ഗ്യാസ് ഏജൻസി പോയി ഗ്യാസൊക്കെ നിറച്ച് വരുന്ന വഴിക്ക് താണ്ട് നല്ല ബ്ലോക്ക് കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് പോയിട്ടു കാർ നിർത്തിയിട്ട് കാപ്പിക്കുള്ളത് മേടിക്കാം, പിന്നെ ഉച്ചയ്ക്ക് കറിയുള്ള ചിക്കൻ മേടിക്കാമെന്ന് വരുത്തി പുറത്തേക്ക് പോകുന്നത്. വന്നപ്പോൾ താണ്ട് കാപ്പിക്കുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ. ചിക്കൻ കടയിൽ നല്ല തിരക്ക്, സമയമില്ലായിരുന്നേ, കണ്ണൻ ഷോപ്പിൽ പോകണമായിരുന്നു. പിന്നെ വന്ന് കാപ്പുടി എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കിനും കണ്ണൻ കടയിലേക്ക് പോയിട്ടോ. കാപ്പി കുടിക്കുന്ന വീഡിയോ എടുക്കാൻ സത്യം പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. കാരണം വിശപ്പിൻ്റെ വിളി കാരണം കൊണ്ട് അത് ഞാൻ മറന്നേ പോയി കേട്ടോ. പിന്നെ ഒരു അടുപ്പിൽ കുടിക്കാനുള്ള വെള്ളം തിളപ്പിച്ച് ചോറും തിളപ്പിച്ച് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെച്ചു. അത് കഴിഞ്ഞപ്പോൾ ഇനി ഉച്ചയ്ക്ക് പച്ചക്കറി തന്നെ വെക്കാമെന്ന് എഴുതി നോക്കിയപ്പോഴാണ് തക്കാളിക്ക രസവും കിഴങ്ങ് മെഴുക്കൂട്ടിയാണെങ്കിൽ ഇവിടെ 2 പേർക്കും കഴിച്ചോളൂ, ഒരു കുഴപ്പമില്ല കേട്ടോ. പിന്നെ ഒരു പപ്പടവും പൊളിച്ച് കഴിഞ്ഞാൽ അവരൊക്കെയാണ്. അങ്ങനെ ഒരടുപ്പിൽ ഇപ്പോൾ തക്കാളിക്ക രസവും മറ്റേ അടുപ്പിൽ കിഴങ്ങ് മെഴുക്കൂട്ടിയും വെച്ച് അതെല്ലാം ആയപ്പോഴത്തേക്കും ഞാൻ ഒരു പാത്രത്തിലേക്ക് ഇങ്ങ് മാറ്റി കേട്ടോ. ഇനി പപ്പടവും കൂടി പൊളിക്കണം. പപ്പടവും കൂടി പൊളിച്ചെടുത്ത് വെച്ച് കഴിഞ്ഞപ്പോൾ കല്ലുവിനെ ഒന്ന് കുളിപ്പിക്കാമെന്ന് കരുതി അവളെ കുളിപ്പിച്ച് ടി വി വെച്ച് കൊടുത്തു കേട്ടോ. അവളെ കുറച്ച് നേരം ടി വി കണ്ടുകൊണ്ടിരുന്നുള്ളൂ. ആ നേരം കൊണ്ട് എനിക്കാണെങ്കിൽ ബെഡ്ഷീറ്റ് വിരിക്കാനും തുണി വിരിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ ബെഡ്ഷീറ്റ് വിരിച്ചിരുന്നപ്പോൾ കൂക്കൻ ഓടി എന്നിട്ട് പറഞ്ഞു, അമ്മ ഞാൻ സഹായിക്കാം, എൻ്റെ ബില്ലോ കവർ ഞാൻ തന്നെ ഇട്ടോളാം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ എന്ന് എഴുതി ഞാൻ അവൻ്റെ ബില്ലോ കവറിങ് എടുത്ത് കൊടുത്തു കേട്ടോ. ഇതാട്ടോ ഞങ്ങളുടെ ബെഡ്റൂം. കൂക്കൻ ഞങ്ങളുടെ റൂമിൽ തന്നെയാണ് കിടക്കുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും തുണി വിരിക്കാൻ വേണ്ടി ഇറങ്ങി. തുണി വിരിക്കാൻ ഇറങ്ങിയപ്പോൾ അതാണ്ട് മഴയും വെയിലും ഞാനും തമ്മിൽ ഇപ്പോൾ നല്ലൊരു മത്സരം നടക്കും കേട്ടോ. ഞാൻ തുണി എടുത്ത് വിടും, മഴ പെയ്യും, എടുത്തുകൊണ്ട് വയ്ക്കും, പിന്നെ മഴ പെയ്യും, അല്ല വെയിൽ വരും കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും പെരയൊന്ന് തൂത്ത് വാരി തുടയ്ക്കാനൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം കഴിഞ്ഞ് കല്ലുവിനെ ചോറൊക്കെ കൊടുത്ത് ഒന്ന് ഉറക്കിയിട്ടോ. അവൾ ഉറങ്ങണ നേരം കൊണ്ട് ഞാൻ പോയിന്ന് വേഗം കുളിച്ചിട്ട് വന്നു കേട്ടോ. കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേന് നല്ല വിശപ്പുണ്ടായിരുന്നേ. അങ്ങനെ ഞാനും കുക്കുപ്പനും കൂടി ചോറ് കഴിച്ചു കേട്ടോ. നല്ല ചൂട് ചോറും തക്കാളിക്ക രസമൊക്കെ കൂട്ടി നല്ലൊരു ചോറൂടും കഴിഞ്ഞു കേട്ടോ. അപ്പോഴാണ് ഫോണിലൊരു മെസ്സേജ് വന്ന്, കുക്കിന് നാളെ ഹോംവർക്കുണ്ട്, ചെയ്തുകൊണ്ട് പോകണം. അങ്ങനെ ഹോംവർക്കൊക്കെ ചെയ്യാണെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾ വേഗം ചോറൊക്കെ കഴിച്ചിട്ടോ. പുറത്താണെങ്കിൽ നല്ല മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ആ മഴയൊക്കെ കണ്ട് ചോറൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ വേഗം ഹോംവർക്ക് ചെയ്യാൻ വേണ്ടിയിരുന്നു കേട്ടോ. കല്ല് ഏറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇത് ചെയ്യാൻ പറ്റില്ല, അവളൊക്കെ അപ്പം തന്നെ ബുക്കൊക്കെ വേണം കേട്ടോ. അങ്ങനെ ഹോംവർക്കൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ എൻ്റെ ഉച്ചവരത്തെ വീഡിയോ ഇത്രയുള്ളേ. ഓക്കെ, ബായ്.